ഹലോ. ഇവൻ്റെ നടത്തം മതിയാക്കി ഓടാൻ തുടങ്ങിയപ്പോൾ ഇവൻ്റെ പിറകെ ഓടാനേ എനിക്ക് സമയമുള്ളൂ. ഇവനാണെങ്കിൽ ഇപ്പോൾ വീട്ടിനകത്തിരിക്കുന്നത് ഇഷ്ടമല്ല, എപ്പോഴും മുറ്റത്തിറങ്ങി കളിക്കണം. അങ്ങനെ കളിച്ച് നിന്നപ്പോഴത്തേക്കും തന്നെ 12:30 ആയപ്പം റംസാൻ സ്കൂൾ വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് ആരെയോ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് സ്കൂളിൽ. അങ്ങനെ മുട്ടായി കിട്ടിയെന്നും പറഞ്ഞ് അതിവിടെ കൊണ്ടുവന്ന് ഒരെണ്ണം അനിയച്ചാർക്കൊക്കെ കൊടുത്തിട്ട് നമ്മളങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഉമ്മ തൊഴിലുറപ്പിന് പോയിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വന്ന്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നതാണ് ഈ പപ്പങ്ങ, ആരോ കൊടുത്തത് അവരെ വീട്ടിലുണ്ടായിരുന്നു. ഇത് പഴുത്തിട്ട് കട്ട് ചെയ്യണത് കാണിച്ചു തരാം. പിന്നെ ഞാൻ നേരെ ചേട്ടച്ചാരുടെ അനിയനെ ഏൽപ്പിച്ചിട്ട് ഓടിപ്പോയി കുളിച്ച് നിസ്കരിച്ച് വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പ്. ഓടി അടുക്കളയിൽ ചെന്നാൽ വിശപ്പടക്കം ഒന്നും തന്നെയില്ല. കാരണം വിശപ്പടക്കാനുള്ള വക ഫ്രിഡ്ജിലിരിക്കുകയാണ്, അതിനെ എടുത്ത് ചൂടാക്കണം. ഇത്തിരി നെയ്ച്ചോറും ചിക്കൻ കറിയും. എനിക്ക് തലേ ദിവസം ചളിച്ചതും വെളിച്ചൊക്കെ പിറ്റേന്ന് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. നമ്മളിന്ന് ഓൾറെഡി ചോറ് വെച്ചു, എന്നാലും എനിക്കിത് തിന്നണം ഭയങ്കര ഇഷ്ടം. ഞാനാണെങ്കിൽ നെയ്ച്ചോറാണെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റില്ല, കുക്കറിലെത്തി വെള്ളമൊക്കെ ഒഴിച്ച് ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കും. നല്ല സോഫ്റ്റ് ആയിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ ആവി കയറ്റി എടുക്കുന്നതിനേക്കാളും രുചിയാണ് ഇങ്ങനെ എടുക്കുന്നത്. എന്നിട്ട് കുറച്ച് അച്ചാറും കുറച്ച് സലാഡും ഇത്തിരി ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഞാനും എൻ്റെ പിള്ളേരും കൂടെ ചോറ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ടാറ്റ ബൈ ബൈ, സീ യു.